പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങൾ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സറിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ മാതൃക നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുകയും തൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥനാ വിഷയം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ചിത്രമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് തൻ്റെ ജനത്തെ നോക്കി മനസ്സറിയുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, കർത്താവിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ മാതൃക. 2, ജനത്തെ നോക്കി മനസ്സറിയുന്ന ദൈവം. 3, ശിഷ്യന്മാരോട് പ്രാർത്ഥനാ വിഷയം പങ്കുവെക്കുന്ന യേശു കർത്താവ്. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായി ദർശിപ്പാനുള്ളത്. ഇത് ഒന്നാമത്തെ മാതൃക എടുക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ മാതൃക. യേശു പട്ടണം തോറും സഞ്ചരിക്കുകയും ഗ്രാമം തോറും സഞ്ചരിക്കുകയും അവരുടെ പള്ളികളിൽ ഉപദേശിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ 3 കാര്യങ്ങൾ ഈ വേദഭാഗത്തിന് കാണാൻ കഴിയും. 1, അവർ സഞ്ചരിച്ചു. 2, ഉപദേശിച്ചു. 3, ദൈവരാജ്യം അറിയിച്ചു, സൗഖ്യമാക്കി. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സുവിശേഷീകരണത്തിൻ്റെ ഒരു 3 ഭാഗമാണ് ഒന്ന് കാണുന്നത്. 1, സഞ്ചരിക്കുക. 2, ഉപദേശിക്കുക. 3, സൗഖ്യമാക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണമില്ലെങ്കിൽ നമുക്ക് പുറപ്പെടുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം, യഹൂദയിലും ശമരിയിലും ഇങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്ത് ചെയ്യുക? എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പുറപ്പെടണം. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ രക്ഷിതാവായി വളരെ കരുണയോടെ നോക്കുകയാണ്. രക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവ് തൻ്റെ ജനത്തെ നോക്കുന്ന ഒരു ഭാഗവും കൂടി ഇതിൻ്റെ താഴോട്ട് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. യേശു സഞ്ചരിച്ചതുപോലെ, യേശു മാതൃക കാണിച്ചതുപോലെ സുവിശേഷീകരണത്തിൽ ഒരു മാതൃക അത് ദൈവം നമുക്ക് വെച്ചു തന്നു പോവുകയാണ്. അതാണ് നമ്മൾ തെരുവുകളിലും പട്ടണം തോറും ഒക്കെ മൈക്ക് വെച്ച് കെട്ടി നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷകൻ്റെ ദൂത് വിളിച്ചു പറയുന്നത്. ഇന്നും ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളൊരു ദൂത് ഇതാണ്: യേശു രക്ഷകൻ. അവൻ സകല പാപങ്ങളെയും ശുദ്ധീകരിച്ച് നിന്റെ നിത്യതയ്ക്ക് ഓഹരിക്കാരനാക്കി മാറ്റുന്നു. ഇത് ഉപദേശമുണ്ട്, സൗഖ്യമുണ്ട്. ഇത് പകലിൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞിറങ്ങി ഏതു കൊടിയ രോഗമായിക്കോട്ടെ അതിന് വിടുതൽ നൽകാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ താങ്കളുടെ രോഗം ദൈവ സൗഖ്യമാക്കിയിരിക്കും. ഇന്ന് പകലിൽ ഞാൻ വളരെ വിശ്വാസത്തോടെ പറയുന്നു, താങ്കളുടെ ഏത് വേദനയാകട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ കൈവച്ച് പ്രാർത്ഥിക്കൂ. ആ ഭാഗത്ത് നിങ്ങൾക്ക് വേദനകൾ, അസ്വസ്ഥതകൾ, രോഗത്തിൻ്റെ വിടുതലുകൾ ഇന്ന് പകലിൽ ദൈവം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ വിശ്വസിക്കണം. സ്തോത്രം. ഇന്ന് പകലിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദനയിലെ ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പിശാചിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെയാണ് വിളിവിക്കുന്നത്. പിശാചിൻ്റെ അടിമത്തത്തിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ ഗ്രാമങ്ങളിലെയും തെരുവീതികളിലെയും ഓരോ മുക്കും മൂലയിലും യേശു സഞ്ചരിച്ചതായി കാണാൻ കഴിയുന്നു. ഇന്ന് പലരും
വീട് കയറി ഇറങ്ങി സൂക്ഷണം പറയാൻ പലർക്കും താല്പര്യമില്ല. മറ്റ് അനേകർക്ക് പറയാൻ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് കയറി ഇറങ്ങിയിരുന്നു, ഇപ്പോൾ എനിക്ക് വയ്യ. സ്തോത്രം. അതിനൊക്കെ ഇതിനകത്ത് മറുപടികളുണ്ട് പറയാൻ. സ്തോത്രം ചെയ്യുന്നു. ശിഷ്യന്മാരോട് പറയുകയാണ് കർത്താവ് പറയാൻ, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥന അടിസ്ഥാന ഘടകമാണെന്ന് ഇവിടെ നമുക്ക് ദർശിപ്പാൻ കഴിയും. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമതിലെ, സുവിശേഷീകരണത്തോട് ആരെങ്കിലും വിമുഖത കാണിക്കുന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല. അടുത്ത് അവൻ എങ്ങനെ സൂക്ഷണം പള്ളികളിൽ സൂക്ഷണം പറയണമെന്നാണ് പറയുന്നത്. യേശു പള്ളികളിൽ സൂക്ഷണം പ്രസംഗിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. സകലവിധ ദീനവും വ്യാധിയും ഒക്കെ യേശു സൗഖ്യമാക്കി. ഈ 3 കാര്യങ്ങൾ സുവിശേഷീകരണത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഏത് വ്യാകുലം കൂടി പോവുകയാണെങ്കിലും എൻ്റെ കർത്താവിന് നിങ്ങളെ വിടിവിപ്പാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ശാരീരികമായ നിലയിൽ അസുഖങ്ങൾ നിങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ. രക്ഷകനായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.